ഫാദർ ജോൺസൺ പാലപ്പള്ളി, ഈ മാധ്യമ സ്വാതന്ത്ര്യം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതിന് ചില അതിർവരമ്പുകളൊക്കെ ആവശ്യമില്ലേ? നമുക്കറിയാം, ഈ കോവിഡ് കാലത്തോടു കൂടിയാണ് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ധാരാളമായിട്ട് രംഗപ്രവേശനം ചെയ്തത്. അതിൽ പല മാധ്യമങ്ങളും അവർ പടച്ചുവിടുന്ന വാർത്തകൾ സത്യത്തിൻ്റെ കണിക പോലും ഇല്ലാത്തതാണ്. ആരെ വേണമെങ്കിലും കരിവാരിത്തേക്കാം, ആരെയും അപമാനിക്കാം, ബ്ലാക്ക്മെയിൽ ചെയ്യാം. അപ്പോൾ ഈ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ ചിലർ ചെയ്യുമ്പോൾ ഇതിന് ചില അതിർവരമ്പുകളൊക്കെ വേണ്ട, ചില ലിമിറ്റുകളൊക്കെ വേണ്ടതല്ലേ? തീർച്ചയായിട്ടും ശരിയാണ്. എന്തായാലും ഈ മറുനാടന്റെ എപ്പിസോഡ് ഭാവിയിൽ ജേർണലിസം ക്ലാസ്സുകളിലൊക്കെ ഒരു പ്രത്യേക വിഷയമായിട്ട് പഠിപ്പിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതി, എന്തുകൊണ്ടാണ് ഈ മലയാളികൾ മറുനാടനെ പോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾക്ക് പിന്നാലെ പോകുന്നത് എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. നമുക്കറിയാം, ഇന്ന് മലയാളിക്ക് വാസ്തവം അറിയണമെങ്കിൽ ഒരു മിനിമം ഒരു 4-5 ന്യൂസ് പേപ്പറും അതുപോലെ തന്നെ 4-5 TV ചാനലുകളും കണ്ടാൽ മാത്രമേ വാസ്തവത്തിന്റെ ഒരംശം അറിയാൻ പറ്റുള്ളൂ. നമുക്കറിയാവുന്ന പോലെ തന്നെ എല്ലാ മാധ്യമങ്ങളും പ്രിന്റ് മീഡിയ ആയിക്കോട്ടെ, വിഷ്വൽ മീഡിയ ആയിക്കോട്ടെ, അവർക്കൊരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്. അവർ അല്ലെങ്കിൽ അവരുടെ ആ ടാർഗറ്റ് ഓഡിയൻസിന്റെ തടവറയിലാണ്. അതിനപ്പുറം പറയാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ സത്യം അറിയാനായിട്ട്, എന്താണ് യഥാർത്ഥമായ കാര്യം എന്നറിയാനായിട്ട് മലയാളി എവിടെ പോകും? അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്കറിയാവുന്നതുപോലെ ഓൺലൈൻ മാധ്യമങ്ങൾ പരസ്യം സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളല്ലാത്തത് കൊണ്ട് അവർക്ക് പരസ്യക്കാരെ പ്രീതിപ്പെടുത്തേണ്ട കാര്യം അവർക്ക് വരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഓൺലൈനിൽ നിന്നുള്ള വരുമാനമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ മറുനാടിനെ പോലെയുള്ള ഈ മാധ്യമങ്ങളെ ജനങ്ങൾ ഹൃദയത്തിലേറ്റുവാനായിട്ടുള്ള കാരണം, ഇടയ്ക്ക് അവർക്ക് നാവുകയുടെ പറ്റും. തീർച്ചയായിട്ടും അവർ സത്യം, നിഷ്പക്ഷമായ സത്യം വിളിച്ചു പറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം മലയാളികൾ ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കൊടുത്തത് കൊണ്ട് ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യുന്ന ഒരു പ്രവണതയും ഓൺലൈൻ മാധ്യമക്കാർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഒരു വിലയിരുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ മറുനാടിനാണെങ്കിലും അത് തന്നെ. നമുക്ക് എത്രയോ പേരാണ് വാർത്ത അറിയാനായിട്ട് മറുനാടിനെ മാത്രം ആശ്രയിക്കുന്നത്. അങ്ങനെ എത്രയോ മലയാളികൾ ഏറ്റുപറഞ്ഞു. ഇപ്പൊ തന്നെയാണെങ്കിലും ഈ വിവാദം ഉണ്ടാകുമ്പോൾ പോലും മറുനാടിന്റെ ഗ്രാഫ് കുതിച്ചുയരുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ മറുനാടിനെ സ്വീകാര്യത ഇല്ലായിരുന്നെങ്കിൽ ഈ വിവാദം ഉണ്ടായപ്പോഴേക്കും ഒക്കെ മറുനാടിനെ ജനം കൈവിടുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ മറുനാടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സമൂഹത്തിന്റെ നാനാ തുറയിൽ നിന്നുള്ള ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് മറുനാടനെ പോലെയുള്ളവരുടെ എണ്ണം ഈ സമൂഹത്തിൽ കൂടി വരണമെന്നും മറുനാടൻ യുഗം അവസാനിക്കരുത് എന്നും, ഈ മറുനാടൻ യുഗം അവസാനിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ മുളച്ചു പോകുന്നത് അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരാൻ പോകുന്ന അഴിമതിയും അരാജകത്വത്തിലൊക്കെ അതിർവരമ്പിടാനായിട്ട്, ചോദ്യം ചെയ്യാനായിട്ട് ഈ നാട്ടിൽ ആരും ഉണ്ടാവുകയില്ല എന്നുള്ളൊരു സൂചനയാണ് ഇതൊക്കെ കാണുന്നത്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ഒരു ജഡ്ജിയുടെ കാർ വരെ കത്തിച്ചു. സർക്കാർ ഓഫീസുകൾക്ക് തീയിരുന്നു. പൊതുജനം പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനൊക്കെ എതിരെ ശബ്ദമുയർത്തേണ്ട മാധ്യമങ്ങൾ ഇന്ന് ആരുടെയൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം. നമുക്ക് ഈ മറുനാടൻ എപ്പിസോഡ് തന്നെ നമുക്കൊന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ മറുനാടൻ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്ത 2 MLA-മാര് ആരൊക്കെയാണ് എന്ന് കേരളത്തിന് അറിയാം. അതിൽ ഒരു MLA-യുടെ ഫേസ്ബുക്കിലൂടെ ഞാനൊന്ന് കടന്നു പോവുകയായിരുന്നു. അപ്പൊ ഞാൻ ആ ഫേസ്ബുക്കിൽ കണ്ട ചില പോസ്റ്റുകളൊക്കെ ഞാനൊന്ന് വായിക്കാം. അത് ഇപ്രകാരമാണ്. 1, നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്നെല്ലാം നിന്നെ ഞാൻ താഴെ ഇറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറുനാടന്റെ ശൂന്യമായ ഓഫീസ്, അതായത് പോലീസുകാർ കമ്പ്യൂട്ടറും ഹാർഡ് ഡിസ്കും എല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് ശൂന്യമായ ആ സ്റ്റുഡിയോയുടെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് അവിടെ നിന്നെല്ലാം നിന്നെ ഞാൻ താഴെ ഇറക്കിയിട്ടുണ്ട് എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ജനപ്രതിനിധി കുറിക്കുന്നത്. വീണ്ടും അടുത്ത പോസ്റ്റ്, അതെ നിന്നോട് ഞാൻ ഇപ്പോഴും പറയാനുള്ളൂ, നിന്റെ 8 ഇവിടുത്തെ 10, പോയി പണി നോക്കിയിടാ, ചെയ്യാൻ പറ്റുന്നൊക്കെ നീ അങ്ങ് ചെയ്ത് കാണിക്കും. ഇനി വേറൊരു പോസ്റ്റ് അദ്ദേഹത്തിന് തന്നെ. അങ്ങനെ ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കാനാണ് സംഘാടക സമിതിയുടെ തീരുമാനം. അതിനിപ്പോൾ മഞ്ഞപ്പത്രങ്ങൾ കിടന്ന് കരഞ്ഞിട്ടും KUWJ-ക്കാർ കരഞ്ഞിട്ടും തിരുവനന്തപുരം പ്രസ് ക്ലബ്ബുകാർ കരഞ്ഞിട്ടും ഒന്നും ഒരു കാര്യവുമില്ല. മാന്യമായും സത്യസന്ധമായും മാധ്യമപ്രവർത്തനം നടത്തുന്നവർക്ക് ഒന്നും നേരിടേണ്ടി വരില്ല. അല്ലാത്ത എല്ലാ അവന്മാരും ഇനി കുറച്ച് കഷ്ടപ്പെടും, അതിലൊരു മാറ്റവുമില്ല. അതിനെ ഗുണ്ടായിസം എന്നാണ് വിളിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ഇക്കാര്യത്തിൽ ഞാൻ ഒരു ഗുണ്ടയാണ് എന്തേ. നീ വീണ്ടും തുടരുകയാണ്. നീ ഞെളിഞ്ഞു നിന്ന് വീഡിയോ തള്ളുന്ന തിരുവനന്തപുരത്തെ ആ ഓഫീസ് ഉണ്ടല്ലോ, അതങ്ങ് പൂട്ടും. വീണ്ടും നിന്റെ പട്ടത്തെ ഓഫീസിൽ നിന്ന് നിന്നെ താഴെ ഇറക്കും. അതിനിപ്പോ നിന്റെ ഓശാരമൊന്നും വേണ്ട. വെറുതെ പൂട്ടുമെന്നല്ല പറഞ്ഞത്, പൂട്ടിക്കും എന്നാണ് പറഞ്ഞത്. വീണ്ടും
വ്യാജരേഖ ചമച്ച വിഷയത്തിൽ പരാതി നൽകും, നീ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നല്ലേ പറഞ്ഞത്. നിന്റെ വീട്ടിലിരിക്കുന്ന ആളുകളെ ഉൾപ്പെടെ വ്യാജരേഖ നിർമ്മാണ കേസിൽ നിയമപ്രകാരം തന്നെ പ്രതികളാക്കും. ഈ പറയുന്ന മൂന്നും നടന്നിരിക്കും. കൃത്യമായി എന്തൊക്കെയാണ് എന്ന് ആദ്യമേ അങ്ങ് പറയുന്നു. തടുക്കാമെങ്കിൽ നീ ഒന്ന് തടുത്തു കാണിക്കും. ഞാൻ ഈ വായിച്ചത് ഒരു മൂന്നാംകട സിനിമയിലെ ഒരു വില്ലന്റെ ഡയലോഗുകളൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മുടെ ചന്തസ്ഥലത്ത് കാണുന്ന വെല്ലുവിളിയൊന്നുമില്ല. മറിച്ച് കേരളത്തിലെ ജനങ്ങൾ വോട്ട് കുത്തി ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു ജനപ്രതിനിധിയുടെ പരസ്യമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലെ വെല്ലുവിളികളാണ് ഇതൊക്കെ. ഞാൻ ഒരു സെന്റൻസിലേക്ക് വീണ്ടും വരികയാണ്. അങ്ങനെ ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കാനാണ് ഈ സംഘാടക സമിതിയുടെ തീരുമാനം. ഈ സംഘാടക സമിതിയുടെ ഒരു കൂട്ടായ യജ്ഞത്തിന്റെ ഫലമായിട്ടാണ് ഈ മറുനാടൻപേട്ട നടക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് പറയണം. വീണ്ടും തുടരുകയാണ്. മാന്യമായിട്ടും സത്യസന്ധമായിട്ടും മാധ്യമ പ്രവർത്തനം നടക്കുന്നവർക്ക് ഒന്നും നേരിടേണ്ടി വരില്ല, അല്ലാത്ത എല്ലാ അവന്മാരും ഇനി കുറച്ച് കഷ്ടപ്പെടും. എനിക്ക് കൗതുകരമായിട്ട് തോന്നിയ രണ്ട് പ്രയോഗങ്ങളാണ്. മാന്യമായിട്ടും സത്യസന്ധമായിട്ടും മാധ്യമ പ്രവർത്തനം നടത്തുന്നവർക്ക് ഒന്നും നേരിടേണ്ടി വരില്ല. അതുകൊണ്ട് ഇതിപ്പോ അടുത്ത സംശയമല്ല, ഈ മാന്യമായിട്ടും സത്യസന്ധമായിട്ടും ആരൊക്കെയാണ് മാധ്യമപ്രവർത്തനം നടത്തുന്നത് എന്ന് ആര് തീരുമാനിക്കും? അത് ഞങ്ങൾ തീരുമാനിക്കും. അങ്ങനെ ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ കൗതുകപൂർവ്വം നിരീക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ മറുനാടൻ ഓപ്പറേഷൻ ഫലമായിട്ട്. ഇനി ഒരു മീഡിയ, ഇപ്പൊ നമുക്ക് ആദ്യം സൂചിപ്പിച്ചത് തന്നെ ഈ വാർത്തകൾ സെൻസർ ചെയ്യാനായിട്ടുള്ള ഒരു ഉറവിടം ഇല്ലല്ലോ എന്ന് നമ്മളിപ്പോൾ ആഗ്രഹപ്പെട്ടു. അതുകൊണ്ട് ഇനി നമുക്ക് പേടിക്കേണ്ട, വാർത്തകൾ സെൻസർ ചെയ്യാനായിട്ടുള്ള ഒരു ഇക്കോ സിസ്റ്റം ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ആ ഇക്കോ സിസ്റ്റത്തിലൂടെ വാർത്തകൾ എഡിറ്റ് ചെയ്ത് വരുന്ന വാർത്തകൾ മാത്രമേ ഇനി കേരള സമൂഹം കാണുകയുള്ളൂ. അതുകൊണ്ട് ഇനി നമുക്ക് ഈ മറുനാടൻ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയതിനു ശേഷം ഇനി മലയാളികൾക്ക് സന്തോഷപൂർവ്വം നമുക്ക് ആനന്ദിച്ച് ആഹ്ലാദിക്കാം. കാരണം ഇനി സത്യസന്ധമായ വാർത്തകൾ മാത്രമേ മലയാളികൾക്ക് ശ്രവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇനി ഒന്നുകൊണ്ടും ആകുലപ്പെടേണ്ട. മലയാള മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ മലയാള മാധ്യമ രംഗം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഒരു എക്കോ സിസ്റ്റം ഇവിടെ തയ്യാറാകുന്നു എന്ന് മലയാളികളെല്ലാം ഒരു ആഹ്ലാദത്തോടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനിയിപ്പം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഈ എന്തൊക്കെയാണ് വാർത്തകളുടെ ശരിയും തെറ്റുമെന്ന് ഞങ്ങൾ തന്നെ തീരുമാനിക്കും എന്നുള്ള ഒരു പരസ്യമായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ്. അപ്പൊ ഇതിനകത്ത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇവിടെ നടക്കുന്നതിന്റെ എല്ലാ പിന്നാമ്പുറ കാഴ്ചകളും പിന്നാമ്പുറ കളികളും എല്ലാം വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് നിന്ന് സൂചിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ഇനി നമുക്കറിയേണ്ടത്, എനിക്ക് ഒരാളുടെ വ്യക്തിപരമായ അനീതി ഉണ്ട് എങ്കിൽ, ഞാനൊരു ജനപ്രതിനിധിയാണ് എങ്കിൽ ആ വ്യക്തിപരമായ അനീതി അല്ലെങ്കിൽ ആരെങ്കിലും എന്റെ അഴിമതിയോ ഞാൻ നടത്തുന്ന അനീതിയോ ഒക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ചോദ്യം ചെയ്തയാളെ, അയാൾ പാത്രപ്രവർത്തനം ആയിക്കോട്ടെ അല്ലാത്ത ആരെങ്കിലും ആയിക്കോട്ടെ, അയാളെ തകർക്കാനായിട്ട് സർവ്വവിധ ഗവൺമെന്റ് സംവിധാനങ്ങളെയും പോലീസിനെയും നീതിപീഠങ്ങളെയും ഞാൻ പറയുന്നില്ല ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരാളെ വളരെ ഹീനമായ രീതിയിൽ വ്യക്തിത്വം നടത്തുന്നതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ മറുനാടൻ വേട്ട എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഇതാണ് മറുപടി. ഇനി ഓൺലൈൻ മാധ്യമക്കാർക്ക് ഒരു മൂക്കുവേർ ഇടണ്ടേ അല്ലെങ്കിൽ അവരുടെ വാർത്തകൾ എഡിറ്റ് ചെയ്യപ്പെടണ്ടേ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ തന്നെ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. ഒരു എക്കോസിസ്റ്റം തയ്യാറാകുന്നുണ്ട്, ഒരു മീഡിയ സെൻസറിങ് റൂം തയ്യാറാകുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടിയിട്ടുള്ള ഒരു സെൻസർ ബോർഡ് രൂപപ്പെട്ടു വരുന്നുണ്ട്. ആ സെൻസർ ബോർഡിൽ ആരൊക്കെയാണ് എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഏതൊക്കെ വാർത്തകൾ കത്രിക വെക്കണം, ഏതൊക്കെ വാർത്തകൾ പുറത്തേക്ക് വരണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. ഇതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉടമസ്ഥനായ MLA ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു മൂന്നാംകിട ഗുണ്ടയുടെ നിലവാരത്തിലേക്ക് തരം താഴുമ്പോൾ അയാൾ പ്രതിനിധാനം ചെയ്യുന്ന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുവാനും പൊതുജനങ്ങളുടെ ഇടയിൽ വളരെ മോശമായ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാനുമാണ് ഇത്തരം നിലപാടുകൾ അല്ലെങ്കിൽ അയാളുടെ ഇത്തരം എഴുത്തുകളൊക്കെ കാരണമായി തീരുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത് മാത്രമല്ല, ഏറെ നാളുകൾക്ക് മുമ്പ് തൊടുപുഴ അടുത്ത മണക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ജനപ്രതിനിധി നമ്പർ 1, 2, 3 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിവാദമായ പ്രസംഗം നടത്തിയിരുന്നു. എന്നിട്ട് അതുപോലെ തന്നെയുള്ള ഒരു വെല്ലുവിളിയാണ് ഇവിടെ നടക്കുന്നത്. ചെസ് നമ്പർ 1 ഈസ് ഓൾറെഡി ബുക്ക്ഡ്. ഇനി ചെസ് നമ്പർ 2 കാത്തു നിന്നോളൂ, ചെസ് നമ്പർ 3 കാത്തു നിന്നോളൂ. അതുകൊണ്ട് അക്കമിട്ട് ചെസ് നമ്പർ ഇട്ട് സ്കെച്ച് ചെയ്ത് വളരെ ആസൂത്രിതമായി ദീർഘകാലമായിട്ട് നടത്തിയ ഒരു ഓപ്പറേഷന്റെ അല്ലെങ്കിൽ ഒരു തിരക്കഥയുടെ ഒരു അവസാനമാണ് ഇപ്പോൾ മറുനാടനിൽ കാണുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കും.